ഹലോ ഫ്രണ്ട്സ്, ഇനി നമ്മൾ കൂണ് വെച്ചൊരു മസാലക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും പാത്തോസ് കിച്ചൺ വെബ്സ് എന്ന് പറഞ്ഞ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണും കേട്ടോ. കമൻറ്റും ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ. കൂണ് ഞാനിവിടെ മഞ്ഞപ്പൊടിയും ഇട്ട് നല്ല ചൂട് വെള്ളത്തിൽ കഴുകി മാറ്റി വെച്ചു. ചട്ടിയിലേക്ക് എണ്ണ തൂകി അതിലേക്ക് നമ്മൾ ഇഞ്ചി ചതച്ചതിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തു. ഒരു ബ്രൗണിഷ് കളറാവുന്നത് വരെ വഴറ്റി. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞതും 5 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളി അരിഞ്ഞതും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. നല്ല രീതിയിലൊന്ന് വഴന്ന് വരുന്നത് വരെ കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നല്ല രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം വാടി വന്നതിന് ശേഷം ടൊമാറ്റോ അരച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അതൊരു പുളിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ കുറച്ച് അരിഞ്ഞിട്ട് കൊടുത്തു കേട്ടോ. അത് ഞാൻ എൻ്റെ സ്വന്തം കയ്യിൽ നിന്നിട്ടതാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി നിങ്ങൾ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ നല്ല രീതിയിലൊന്ന് വഴറ്റി വരണം, നല്ല രീതിയിലൊന്ന് വെന്ത് വരണമല്ലോ പച്ചക്കറികളൊക്കെ. അപ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, എരി കൂടുതൽ വേണമെങ്കിൽ എരി കൂടുതൽ ചേർക്കാം, ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇതൊക്കെ ചേർത്ത് നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ വഴറ്റിയെടുക്കണം. നന്നായിട്ട് വറ്റി വരുന്നുണ്ട് കേട്ടോ, വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ച ആ മിക്സിയിൽ കുറച്ച് വെള്ളം പറഞ്ഞ് അത് അതിലേക്ക് അങ്ങ് തളിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം പാരേണ്ട ആവശ്യമില്ല, നമ്മുടെ കൂണിൽ നിന്ന് തന്നെ വെള്ളം വരും കുറച്ചൊക്കെ. കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നന്നായിട്ട് ആ ഗ്രേവി ആകുന്നത് വരെ നല്ല രീതിയിലൊന്ന് ഇത് ഗ്രേവി ടൈപ്പ് ആവണം. അപ്പം നമ്മുടെ കൂണ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് വെൽ. കുറച്ചു നേരം അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്കൊന്ന് തുറന്ന് നിന്ന് ഇളക്കി കൊടുക്കാം. ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ് കേട്ടോ. കൂണുകറി പല രീതിയിൽ വെക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം കൂടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഏകദേശം സെറ്റായിട്ടുണ്ട്. കൂണിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലേൻ്റെ ലീഫ് കൂടി അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടോ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. കറിവേപ്പില എനിക്ക് എന്നും ഒരു വീക്ക്നെസ്സാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ കറി ഒന്ന് തിളച്ചൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. എന്നാലും ചെറിയ തീയിൽ വെച്ച് നന്നായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ, അതാണ് കൂടുതൽ ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ കൂൺ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ റെസിപ്പിയാണ്, ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. പൊറോട്ടയുടെ കൂടെ സൂപ്പർ സെറ്റ് സാധനമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.